ഇപ്പോൾ ദുബായിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ തുകയും ഒരു ഫ്ലാറ്റിന് കൊടുക്കാനില്ലെങ്കിൽ പോലും ഈസി ആയിട്ട് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ സ്വന്തമാക്കാനും സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 20% മാത്രമേ ഒരു പ്രോജക്റ്റിന് കൊടുക്കാനുള്ളൂ എന്ന് വിചാരിക്കുക. ആ പ്രോജക്റ്റിൻ്റെ മൊത്തം തുകയുടെ 20% മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാൻ. എന്നാൽ അനേകം ഡെവലപ്പേഴ്സ് ഇവിടെ നിങ്ങൾക്ക് അനേകം പേയ്മെൻറ്റ് ഓപ്ഷൻസ്, പേയ്മെൻറ്റ് പ്ലാനുകൾ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ 1 മില്യൺ ആണ് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ മുഴുവൻ തുകയെന്ന് വെക്കുക. ആ മുഴുവൻ തുകയുടെ ലെറ്റ്സ് സേ 2 ലക്ഷം ദിർഹംസ് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതിപ്പോൾ. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു 2 ലക്ഷം ദിർഹംസ് കൊടുത്ത് ആ പ്രോജക്റ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെവലപ്പർ നിങ്ങൾക്ക് പല പേയ്മെൻറ്റ് സ്കീമുകൾ നൽകും. അതായത് ഈ പറഞ്ഞ പോലെ ഗഡുക്കളായിട്ട് മാസമായിട്ട് അടയ്ക്കാം. ഇനി അതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 50% കൊടുക്കുക. ഇനി കംപ്ലീഷൻ സമയത്ത് ഹാൻഡ് ഓവർ എടുക്കുന്ന സമയത്ത് 50% കൊടുക്കുക. ഇനി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് പല ഗഡുക്കളായിട്ട് ലെറ്റ്സ് 2-3 വർഷം കൊണ്ട് 60% കൊടുക്കുക. കംപ്ലീഷൻ സമയത്ത് 40% കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ ചില ഡെവലപ്പേഴ്സ് നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ സമയത്ത് ഒരു 60% അല്ലെങ്കിൽ 70% പല ഗഡുക്കളായിട്ട് കൊടുത്തതിന് ശേഷം 30%-ഓ 40%-ഓ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ താമസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റിന് കൊടുത്തുകൊണ്ടോ ഒരു വരുമാനം ജനറേറ്റ് ചെയ്തുകൊണ്ടോ ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇന്ന് ദുബായ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രോപ്പർട്ടി ദുബായിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കയ്യിൽ ആ പ്രോപ്പർട്ടിയുടെ മുഴുവൻ തുകയുടെയും ആവശ്യമില്ല. നിങ്ങൾക്കൊരു 20% കൊടുത്തുകൊണ്ട് ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ട് ഓരോ ഡെവലപ്പർ നൽകുന്ന ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് പ്ലാൻസ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞു തരാം. കാരണം ഇപ്പോൾ നിങ്ങൾ ദുബായിൽ ഫ്ലാറ്റ് വാങ്ങി, നിങ്ങൾ ലെറ്റ്സ് സേ ഒരു 40-60 പേയ്മെൻറ്റ് പ്ലാൻ, അതായത് 40% ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ, 60% ഹാൻഡ് ഓവറിന് കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റ് പ്ലാനാണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഈ 40% അടയ്ക്കുന്നത് ഏതാണ്ട് 2.5-3 വർഷം കൊണ്ടാണ് 40% നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരുന്ന എമൗണ്ട് അനുസരിച്ച് അടയ്ക്കുന്നത്. ബാക്കി 60% നിങ്ങൾ കംപ്ലീഷനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഈ 60% കംപ്ലീഷൻ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് മോർഗേജ് എടുക്കാൻ പറ്റും. ആ മോർഗേജ് എടുത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് 60% ബിൽഡറിന് കൊടുക്കാം. ഈ മോർഗേജ് എടുക്കുമ്പോൾ ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. 4% താഴെ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ദുബായിൽ പ്രോപ്പർട്ടിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളൂ. അപ്പം ഈ 60% നിങ്ങൾ മോർഗേജ് എടുത്ത് ആ മോർഗേജ് എടുത്ത് കഴിയുമ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു റെൻറ്റ് ജനറേഷൻ നടത്താൻ പറ്റും. ഈ റെൻറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി നല്ല പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 7-10% ആണ് റെൻ്റൽ റിട്ടേൺ. നിങ്ങളുടെ EMI എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായതുകൊണ്ട് ആ റെൻ്റൽ റിട്ടേൺസിൻ്റെ ഏകദേശം പകുതിയോളമേ കാണത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന റെൻറ്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ EMI അടച്ചും പോകാൻ പറ്റും. അപ്പം നിങ്ങൾ ഓർക്കുക, 40% നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്തത്. ബാക്കി 60% നമ്മൾ ഹാൻഡ് ഓവർ സമയത്തുള്ള പേയ്മെൻറ്റ് പ്ലാൻ എടുത്തിട്ട് അത് മോർഗേജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ മോർഗേജിന് വരുന്ന EMI നമ്മൾക്ക് കിട്ടുന്ന റെൻറ്റിൽ നിന്ന് നമ്മൾ അടയ്ക്കുന്നു. ഇങ്ങനെയുള്ള അനേകം പേയ്മെൻറ്റ് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ദുബായിൽ കിട്ടും. അതാണ് ദുബായിയുടെ ഒരു പ്രത്യേകത. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ തുകയും ഇല്ലെങ്കിലും വളരെ അഫോർഡബിളായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് പേയ്മെൻറ്റ് പ്ലാൻസോട് കൂടി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ടൂടെ ഉണ്ട്. നിങ്ങളെടുത്ത പ്രോപ്പർട്ടി നല്ലതാണെങ്കിൽ, നിങ്ങളുടെ പ്രോപ്പർട്ടി നല്ല ലൊക്കേഷനിലാണ്, നല്ല ഹോട്ട് ലൊക്കേഷൻ, ഹോട്ട് പ്രോപ്പർട്ടി, നല്ല അപ്രീഷിയേറ്റിംഗ് ലൊക്കേഷൻ ആണെങ്കിൽ 40% കൊടുത്ത് നിങ്ങൾ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആകുന്ന സമയത്ത് തന്നെ ആ സമയത്ത് വേറൊരാൾക്ക് നിങ്ങൾ ഈ പ്രോപ്പർട്ടി മറിച്ചു വിൽക്കുകയാണെന്ന് വെച്ചോ. ലെറ്റ്സ് സേ ഒരു നല്ല അപ്രീസിയേഷൻ കണ്ടു. ഉദാഹരണം പറയുകയാണ്, 1 മില്യൺ ദിർഹംസിന് വാങ്ങിച്ച ആ പ്രോപ്പർട്ടിക്ക് ആ സമയത്ത് ഒരു 1.4 മില്യൺ ആയിട്ട് നിങ്ങളൊരു അപ്രീസിയേഷൻ കണ്ടു എന്ന് വിചാരിക്കുക. പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് 1.4 മില്യണിന് അത് റീസെയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ കൊടുത്തത് എത്രയാണ്? 40% ആണ്. കാരണം ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ നിങ്ങൾ 40% കൊടുത്താൽ മതി. അപ്പോൾ 1 മില്യൻ്റെ 40% എന്ന് പറയുന്നത് 4 ലക്ഷം ദിർഹംസ് കൊടുത്തിട്ട് നിങ്ങൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയ സമയത്ത് 1.4 മില്യൺ ആയപ്പോൾ 4 ലക്ഷം ദിർഹംസ് അപ്രീസിയേഷൻ എടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള അനേകം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ദുബായിൽ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ച് നമ്മൾ മനസ്സിലാക്കി ശരിക്കും മാർക്കറ്റ് സ്റ്റഡി നടത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനേകം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ ഞങ്ങളെ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും.